ചന്ദ്രനിലേക്ക് പോയിട്ട് സേഫായിട്ട് തിരിച്ചു വരിക എന്നുള്ളത് ഏത് കാലത്തും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ്. സൗത്ത് പോളിന് ഇമ്പോർട്ടൻസ് വന്നതിനൊരു കാരണം ഇന്ത്യ നമ്മുടെ ചന്ദ്രയാനൊക്കെ അവിടെ അടുത്ത് ഇറക്കിയെന്നുള്ളതാണ്. അപ്പോളോ മിഷൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രധാന ഉദ്ദേശം എങ്ങനെയെങ്കിലും മനുഷ്യരെ അവിടെ എത്തിക്കുക, തിരിച്ച് സേഫായിട്ട് ഇവിടെ തിരിച്ച് കൊണ്ടുവരിക. ചന്ദ്രനിൽ നിന്ന് സ്പേസിലേക്ക് പോകുക എന്നുള്ളത് ഭൂമിയിലേക്ക് വിടുന്നതിനേക്കാൾ വളരെ വളരെ എളുപ്പമാണ്. വെള്ളത്തിൻ്റെ ലഭ്യത തന്നെയാണ് സൗത്ത് പോളിനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആർട്ടമിസ് 2 കഴിഞ്ഞാൽ ആർട്ടമിസ് 3 പ്ലാൻ ചെയ്യുന്നത് കുറച്ച് വർഷങ്ങൾ മുമ്പ് പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ആർട്ടമിസ് 3 അടുത്ത വർഷം വിക്ഷേപിക്കുന്നത് വിചാരിക്കുന്നത്. ആർട്ടമിസ് 3ലും അവിടെ ഇറങ്ങാനുള്ള ഉദ്ദേശമില്ല. ആർട്ടമിസ് 4ൽ മാത്രമാണ് മനുഷ്യ ഇവിടെ ഇറക്കുക. നമ്മളിപ്പോൾ വിടുന്ന റോക്കറ്റിലും അപ്പോളോ റോക്കറ്റിലുമൊക്കെ പ്രധാന എഞ്ചിനിൽ വർക്ക് ചെയ്ത് ക്രയോജനിക് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അതൊരു 90 മീറ്റർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിലയുടെ ഹൈറ്റ് നമ്മൾ എത്രയും മീറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് 30 നില കെട്ടിടത്തിൻ്റെ അത്ര ഉയരത്തിലുള്ള ഒരു വലിയ റോക്കറ്റാണത്. ഇതിന് ആർട്ടമിസ് പ്രോജക്റ്റിൽ തന്നെ നമ്മുടെ ഇലോൺ മസ്കിൻ്റെ അതിൽ ബെസോസിൻ്റെ ഇതൊക്കെ അവരൊക്കെ അതിനകത്ത് താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. ക്യൂവിനൊപ്പം ഡോക്ടർ എൻ ഷാജി ചേരുന്നു. 1969 മുതൽ 1972 വരെ പല ചന്ദ്ര മിഷൻ നടന്നിട്ടുണ്ട്. മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയതുമാണ്. എന്തുകൊണ്ടാണ് ആർട്ടമിസ് 2 പിന്നെയും ഇത്ര സങ്കീർണമായിട്ടുള്ളൊരു ദൗത്യമായിട്ട് മാറുന്നത്? ചന്ദ്രനിലേക്ക് പോയിട്ട് സേഫായിട്ട് തിരിച്ചു വരിക എന്നുള്ളത് ഏത് കാലത്തും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ്. പ്രത്യേകിച്ചും മനുഷ്യരെ അയക്കുന്ന സമയത്ത് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്യണം. നേരത്തെ പോയ ആർട്ടമിസിൽ മനുഷ്യരുണ്ടായിരുന്നില്ല, മെഷീൻസ് മാത്രം ഉണ്ടായിരുന്നത്. പക്ഷേ മനുഷ്യരെ അയക്കുമ്പോൾ സേഫ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഇത്രയും അധികം ദൂരമുണ്ട്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. എല്ലാ സംഗതികളും ഒന്നിനും പിന്നാലെ മറ്റൊന്നായിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്താലാണ് നമുക്ക് തിരിച്ചവിടെ ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഏതെങ്കിലുമൊക്കെ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം മിഷൻ ഫെയിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ആൾക്കാർ ജീവൻ അപകടത്തിലാവാം. അതുകൊണ്ട് എന്തായാലും അതൊരു കോംപ്ലിക്കേറ്റഡ് സംഗതികൾ തന്നെയാണ്. കാരണം ഇതുവരെയും അമേരിക്കയിൽ മാത്രമേ അവിടെ മനുഷ്യരെ എത്തിച്ചേർക്കാൻ പറ്റിയിട്ടുള്ളൂ. റഷ്യ ശ്രമിച്ചിട്ട് വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയും ചൈനയും ഒക്കെ കുറേ വർഷങ്ങളായിട്ട് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും എളുപ്പമല്ല അത്, ഏത് കാലത്തായാലും വളരെ എക്സ്പെൻസീവുമാണ്. അപ്പോൾ അപ്പോളോ മിഷൻ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം 50ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത ആർട്ടമിസ് ഉണ്ടാവുന്നത്. ആർട്ടമിസും അപ്പോളോ മിഷനും തമ്മിലുള്ള ഒരു വലിയൊരു ഡിഫറൻസ് എന്താണ്? അപ്പോളോ മിഷൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രധാന ഉദ്ദേശം എങ്ങനെയെങ്കിലും മനുഷ്യരെ അവിടെ എത്തിക്കുക, തിരിച്ച് സേഫായിട്ട് ഇവിടെ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ വേറെ ഒരുപാട് പഠനങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും അതിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. അല്ലെങ്കിൽ സയൻറ്റിഫിക് പരീക്ഷണങ്ങൾ നടത്തുക, വ്യാവസായിക സാധ്യതകൾ അന്വേഷിക്കുക, ഇതൊന്നും അന്നത്തെ ലക്ഷ്യമായിരുന്നില്ല. അവരെ തിരിച്ചിവിടെ എത്തിക്കുക. അതിൻ്റെ പ്രധാനമായിട്ട് അന്നുണ്ടായിരുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ റഷ്യയെക്കാളും മുന്നിലാണെന്ന്, അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനേക്കാളും മുന്നിലാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കുക എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ആദ്യം ഈ സ്പേസ് യുഗത്തിലേക്ക് കടക്കുന്നത് സോവിയറ്റ് യൂണിയനായിരുന്നു. അവരാണ് സ്പുട്നിക്കിനെ ആദ്യം വിക്ഷേപിച്ചതും. അവർ കുറേ മുന്നോട്ട് പോയതിന് ശേഷമാണ് അമേരിക്ക അതിനെ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അക്കാലത്ത് പലർക്കറിയുന്ന പോലെ ഒരു കോൾഡ് വാർ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. അപ്പോൾ അമേരിക്ക മുന്നിലെത്തുക എന്നുള്ള അവർക്ക് വലിയ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് എത്ര പണം ചിലവാക്കാനും റെഡിയായിരുന്നു. പക്ഷേ അവരെ മനുഷ്യർ ആരെങ്കിലും 1-2 പേരോടെ ഇറക്കുക, സേഫായിട്ട് തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ട്. അന്ന് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് പിന്നെ അത് തുടരാതെ ഇരുന്നത്. അതിനുള്ള നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ചിലവുകൾ അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അത്തരം ഫണ്ടുകൾ ചെയ്യുന്നതിൽ കാര്യമില്ല, പ്രത്യേകിച്ചൊന്നും തെളിയിക്കാനില്ലാത്ത തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനിൽ വെള്ളത്തിൽ കണ്ടെത്തിയതായിട്ട് നമ്മുടെ തന്നെ ചന്ദ്രയാൻ തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയൊരു സാധ്യതയുണ്ട്. വെള്ളം കണ്ടെത്തുക എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടൊരു സംഗതിയാണ്. കാരണം വെള്ളം കണ്ടെത്തി കഴിഞ്ഞാൽ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടതിൽ ഏറ്റവും അത്യാവശ്യ സാധനമാണ് വെള്ളം. വെള്ളം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഓക്സിജൻ എടുക്കാം, ഓക്സിജൻ ഹൈഡ്രേറ്റായിട്ട് തിരിക്കാം, അത് ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. ഒരുപക്ഷെ പല ഇൻഡസ്ട്രികളും തുടങ്ങാനും അല്ലെങ്കിൽ അവിടെ റോക്കറ്റ് നിർമ്മിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ വെള്ളം കണ്ടെത്തി എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതിൽ കൂടുതൽ പര്യവേഷണം നടക്കണം. പിന്നെ ഒന്നുള്ളത് ഭൂമിയിൽ ലഭ്യമല്ലാത്ത പല റെയർ എലിമെൻസും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഭാവിയിലേക്ക് ഒരു സാധ്യത നിലയ്ക്കാൻ തുടങ്ങുന്നു. മൂന്നാമതായിട്ട്
അന്ന് അമേരിക്ക സോവിയറ്റ് യൂണിയൻ മാത്രം തമ്മിൽ ഒരു ഇത്, എന്താ പറയുക, മത്സരമായിരുന്നെങ്കിൽ ഇപ്പോൾ ചൈനയും ഇന്ത്യയും ഒക്കെ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലാണ് ഇനിയൊരു മത്സരം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ചൈന ഓൾറെഡി മനുഷ്യരെ അവിടെ ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് പിന്നിലാവാൻ പറ്റില്ല എന്നുള്ളൊരു രാഷ്ട്രീയ കാരണം അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ പുതിയൊരു പ്രോജക്റ്റിന് വലിയ പ്രസക്തി വരുന്നത്. ഒന്ന്, പുതിയ സാധ്യതകൾ തുറക്കുന്നു. പിന്നെ മത്സരത്തിൻ്റെ രീതി മാറുന്നു. ഇതിൽ കൂടാതെ ടൂറിസ്റ്റുകളെ അയക്കുക എന്നുള്ളത് ഒരു സാധ്യതയാണ്. കാരണം ചന്ദ്രനിൽ ആളെ കൊണ്ട് തിരിച്ചെത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 കോടി രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ 10,000 കോടി രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാലും തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് പേരൊന്നും വേണ്ട, ഒരു 10 പേരെ കിട്ടുകയാണെങ്കിൽ തന്നെ കുറച്ച് കാശുണ്ടാക്കാം. അപ്പോൾ സ്പേസ് ടൂറിസം ഒരു സാധ്യതയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റി കുറച്ച് കൂട്ടുകയും കൂടുതൽ പേരെ അയക്കാനുള്ള തരത്തിലൊക്കെ ആലോചന. അപ്പോൾ ഇതൊക്കെ ഓരോ കാരണങ്ങളാണ്. പിന്നെ എക്കാലത്തും മനുഷ്യർക്ക് അപ്പുറത്തേക്ക് പോകുക എന്നുള്ളതുണ്ട്. ഇപ്പോൾ എന്തിനാണ് ആൾക്കാർ എവറസ്റ്റ് മുകളിൽ കയറിയിട്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അതൊരു അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നേട്ടമാണ്. അപ്പോൾ ആർട്ടിമിസ് 1 അത് കഴിഞ്ഞിട്ട് ആർട്ടിമിസ് 2, ഇനി ഇത് കഴിഞ്ഞ് ആർട്ടിമിസ് 2 സക്സസ് ആയ സ്ഥിതിക്ക് ആർട്ടിമിസ് 3യും പോകും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നാസ ഈ പ്രൊജക്റ്റിനെ അപ്രോച്ച് ചെയ്തത് എന്തുകൊണ്ടാണ്? എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. നമ്മൾ തന്നെ തുടങ്ങിയത് ആദ്യം SLV, പിന്നെ PSLV, GSLV അങ്ങനെ വന്നു. അപ്പോളോ പ്രോഗ്രാമിൽ തന്നെ അപ്പോളോ 11നെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ആദ്യത്തെ പരാജയപ്പെട്ട മിഷനായിരുന്നു അപ്പോളോ 1. പിന്നെ അപ്പോളോ 2, 3, 4, 5, 6, 7, 8, 9, 10 ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോളോ 11 അവിടെ എത്തുന്നത്. കാരണം നമുക്ക് ഒരുപാട് ടെക്നോളജികൾ പരിശോധിച്ച് നോക്കാനുണ്ട്. അപ്പോൾ ഒരു ടെക്നോളജി ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ സംഗതി മൊത്തം ഫെയിൽ ചെയ്യും. അപ്പോൾ ടെസ്റ്റ് ചെയ്യാമെന്നൊരു സംഗതി ഉണ്ടാവും. ഭൂമിയിൽ വെച്ച് കുറേ ടെസ്റ്റ് നടത്തും. നമ്മൾ അറിയാത്ത കുറേ ടെസ്റ്റുകൾ, ഒരുപാട് ടെസ്റ്റുകൾ ഭൂമിയിൽ വെച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ചിലത് സ്പേസ് കണ്ടീഷൻ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല തവണയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടമിസിൽ നോക്കി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേജസേ ഉള്ളൂ. ആർട്ടമിസ് 4 എത്തുമ്പോഴേക്കും മനുഷ്യ അവിടെ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോളോ 11ലാണ് മനുഷ്യരെത്തിയത്. അപ്പോൾ പല സ്റ്റെപ്പുകളും ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി നമുക്ക് കിട്ടിയ അറിവുകൾ ഇപ്പോൾ ഉപയോഗിക്കാം. പിന്നെ സിമുലേഷൻ വഴി കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. എങ്കിലും ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നൊരു സംഗതിയാണ്. പ്രോട്ടോടൈപ്സ് ടെസ്റ്റ് ചെയ്യുക, മെറ്റീരിയൽസ് ടെസ്റ്റ് ചെയ്യുക. ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു പാർട്ടാണ്. സൗത്ത് പോളിന് ഇമ്പോർട്ടൻസ് വന്നതിന് ഒരു കാരണം ഇന്ത്യ നമ്മുടെ ചന്ദ്രയാനൊക്കെ അവിടെ അടുത്ത് ഇറക്കിയെന്നുള്ളതാണ്. അപ്പോൾ പോളാർ റീജിയൻസിൽ നേരിട്ട് സൂര്യപ്രകാശം വീഴാത്ത വലിയ ഗർത്തങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ ഐസ് രൂപത്തിലുള്ള വെള്ളം അല്ലെങ്കിൽ വേറെ രൂപത്തിലുള്ള വെള്ളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ഇതിൽ ചന്ദ്രൻ്റെ അറ്റ്മോസ്ഫിയറില്ല. അവിടെ വെള്ളം കുറച്ച് കൊണ്ട് ഒഴിച്ചാൽ തന്നെ പെട്ടെന്ന് അത് ആവിയായിട്ട് പോകും. ആ സമയം പോളാർ റീജിയൻസിൽ എപ്പോഴും സൂര്യപ്രകാശം വീഴാത്ത സ്ഥലങ്ങളിൽ അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യത തന്നെയാണ് സൗത്ത് പോളിനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരൊറ്റ ആണ് യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്ന പോയിന്റ്. വെള്ളം ഏതെങ്കിലും രൂപത്തിലുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം. അപ്പോൾ ഐസ് രൂപത്തിലുള്ള വെള്ളത്തിൻ്റെ സാധ്യതയാണ് അവിടെ പ്രാധാന്യം വരുന്നത്. നാസ എപ്പോഴും പറയുന്നത് മൂൺ ടു മാർസ് എന്ന് പറഞ്ഞ ഒരിതാണ്. അവർ മൂണിനൊരു പിറ്റ് സ്റ്റോപ്പായിട്ട് കണ്ടിട്ട് മാർസിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഫ്യൂവലിന് വേണ്ടിയിട്ടാണോ മൂൺ? അതൊരു സാധ്യതയാണ്. ഇപ്പോൾ ചന്ദ്രനിൽ ഏതാണ്ട് ഭൂമിയിൽ കിട്ടുന്ന അതുപോലെ തന്നെ സൂര്യപ്രകാശം കിട്ടും. അപ്പോൾ ഊർജ്ജം വേണമെങ്കിൽ സൂര്യപ്രകാശത്തിൽ എടുക്കാം. പക്ഷെ സൂര്യപ്രകാശം ഉപയോഗിച്ച് റോക്കറ്റിൽ വിടാൻ പറ്റില്ല. അതിന് ആക്ച്വൽ ഫ്യൂവൽ തന്നെ വേണം. അപ്പോൾ ഒരു സാധ്യതയുള്ള അവിടെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിന് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് തിരിക്കാം. അത് തണുപ്പിച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഓക്സിജൻ ആക്കി കഴിഞ്ഞാൽ ക്രയോജനിക് എഞ്ചിൻ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വിടുന്ന റോക്കറ്റിലും അപ്പോളോ റോക്കറ്റിലും ഒക്കെ പ്രധാന എഞ്ചിനിൽ വർക്ക് ചെയ്ത് ക്രയോജനിക് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതൊരു സാധ്യതയാണ്. ചന്ദ്രനിൽ നിന്ന് സ്പേസിലേക്ക് പോകുക എന്നുള്ളത് ഭൂമിയിലേക്ക് വിടുന്നതിനേക്കാൾ വളരെ വളരെ എളുപ്പമാണ്. ഭൂമിയിലേക്ക് ഇപ്പോൾ ഈ പോകുന്ന ആർട്ടമിസ് പ്രോഗ്രാമിലുള്ള മെയിൻ റോക്കറ്റ് ഏതാണ്ട് 2600 ടൺ അത്രയും ഭാരമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇന്ധനം ഉപയോഗിച്ചിട്ട് ചന്ദ്രനിൽ പോകാൻ പറ്റും. കാരണം ചന്ദ്രനിലെ ഗുരുത്വബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭൂമി അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോൾ ചന്ദ്രൻ താവളാക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല. കാരണം അവിടെ വെള്ളം ആവശ്യമുണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. പിന്നെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യണം. പക്ഷെ ഒരു ലോങ് ടൈം പ്രോജക്റ്റായിട്ട് അത് ആലോചനയിലുണ്ട്. അല്ല, പിന്നെ മാർസ് എന്ന് പറയുന്നത് ചൊവ്വ എന്ന് പറയുന്നത്
ചന്ദ്രനെ അപേക്ഷിച്ച് ഒരുപാട് അകലെയാണ്. അപ്പോൾ അതിന് വർഷങ്ങളെടുക്കുന്ന യാത്രയൊക്കെയാണ് വേണ്ടി വരിക. അപ്പോൾ അതിനുള്ളൊരു സ്റ്റേഷനായിട്ട് ചന്ദ്രനെ പലരും ആലോചിച്ചിട്ടുണ്ട്. ലൂണാറിൽ ഒരു സ്പേസ് സ്റ്റേഷൻ എന്നുള്ളതും ഒരു എയിമായിട്ടാണല്ലോ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു സ്പേസ് സ്റ്റേഷൻ മൂണിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിമിസിനെ പോലെ എത്ര മിഷൻസ് നടക്കേണ്ടി വരും? ലൂണാർ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ഇട്ടിരുന്നു. ഇപ്പോൾ ഒടുവിൽ കേൾക്കുന്നത് അവിടെ ഒരു സ്പേസ് സ്റ്റേഷൻ പോലെ ചന്ദ്രന് ചുറ്റും കറങ്ങുന്ന സംഗതി ഇപ്പോൾ ഏതായാലും ഡ്രോപ്പ് ചെയ്ത പോലെയാണ് കാണുന്നത്. ചന്ദ്രനിൽ തന്നെ തവള ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. എത്ര ആർട്ടമിസ് പോലെ മിഷനിൽ വേണ്ടി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ അനുസരിച്ചിരിക്കും. ഓരോ ആർട്ടമിസ് വിടുമ്പോഴും കുറേ ബില്യൺ ഡോളറുകൾ അതിന് ചിലവാകും. ഇപ്പോൾ ഉള്ള പ്രോജക്റ്റിലുള്ള ആർട്ടമിസ് 3യും 4ഒക്കെയാണ് ഇപ്പോൾ പ്ലാനിൽ ആക്ച്വലി ഉള്ളത്. അതിനുശേഷം എത്ര വരുന്നുള്ളത് അറിയില്ല. ചൈനക്കാരും വേറെ ചില സ്ട്രാറ്റജീസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മത്സര സ്വഭാവമുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ നാസയുടെ മിഷന് പറയുമെങ്കിലും പല രാജ്യങ്ങളുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും കാനഡയും ഒക്കെ സഹായത്തോടെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ ഇതുവരെ രാജ്യങ്ങൾ തമ്മിൽ എത്രത്തോളം സഹകരിക്കുന്നതൊക്കെ അനുസരിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല എന്തെങ്കിലും ബ്രേക്ക് ത്രൂസൊക്കെ വന്നു കഴിഞ്ഞാൽ, അവിടെ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇൻഡസ്ട്രി തുടങ്ങാനൊക്കെ പറ്റുകയാണെങ്കിൽ ഒരു വ്യത്യാസം വരും. ഇതുപോലെ അവിടെ കൃഷി ചെയ്യാൻ ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്പേസ് സ്റ്റേഷനിൽ അവരൊക്കെ ചെറുതായിട്ട് തോതിൽ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യത്യാസമാകും. അതുപോലെ ചന്ദ്രനിലെ മണ്ണ് വെച്ചിട്ട് കൃഷി ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രനിൽ നിന്ന് ഫ്യൂവൽ ഉണ്ടാക്കാൻ പറ്റും, റോക്കറ്റിന് ഫ്യൂവൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു സാധ്യത നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് എത്ര കാലമെടുക്കും, എത്രത്തോളം പോസിബിൾ ആണ്? അതിനുള്ള വിവരങ്ങളൊക്കെ ഇതുവഴി കിട്ടണം നമുക്ക്. അത് ചന്ദ്രനിൽ വെള്ളം ഉണ്ടെന്നുള്ള ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. പക്ഷെ എത്ര അളവിലുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ കൃത്യമുള്ള ധാരണയില്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ സംഭരിക്കാൻ പറ്റുമെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇവിടെ നിന്ന് ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോയിട്ടെന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ചന്ദ്രനിൽ ഇനി കുറേ പഠനങ്ങൾ നടത്തിയാലേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾക്ക് ചെറിയ ഫസ്റ്റ് ലെവലിലുള്ള കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളൂ, പ്രത്യേകിച്ച് സദേൺ പോളർ റീജിയൻസിൽ നിന്ന്. അപ്പോൾ ആർട്ടമിസ് 2ന്റെ സക്സസ് റേറ്റ് ആർട്ടമിസ് 3നെ എത്രത്തോളം പെട്ടെന്നാവാൻ മോട്ടിവേറ്റ് ചെയ്യും? ഇത് ആർട്ടമിസ് 2 കഴിഞ്ഞാൽ ആർട്ടമിസ് 3 പ്ലാൻ ചെയ്തത്. കുറച്ച് വർഷങ്ങൾ മുമ്പ് പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ആർട്ടമിസ് 3 അടുത്ത വർഷം വിക്ഷേപിക്കുന്ന വിചാരിക്കുന്നത്. ആർട്ടമിസ് 3യിലും അവിടെ ഇറങ്ങാനുള്ള ഉദ്ദേശമില്ല. ആർട്ടമിസ് 4ൽ മാത്രമാണ് മനുഷ്യ അവിടെ ഇറക്കുക. ആർട്ടമിസ് 3യിൽ അവിടെ പോയും ഇറക്കാൻ വേണ്ട കുറച്ച് ടെക്നോളജിയൊക്കെ ടെസ്റ്റ് ചെയ്യും. ഇതിൽ നിന്ന് ഈ ലാൻഡറിനെ വിടിയിക്കുക, തിരിച്ച് ഡോക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ പരീക്ഷണങ്ങൾ നടത്തി ഉറപ്പാക്കിയിട്ട് ആർട്ടമിസ് 4ൽ മാത്രമാണ് മനുഷ്യ അവിടെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 2028 നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യ ഇറക്കുന്നത് 2027, അത് അടുത്ത വർഷം ആർട്ടമിസ് 3 നടക്കും. പിന്നെ ആർട്ടമിസ് 4 നടക്കും. 2030 ആകുമ്പോഴേക്കും ചൈന മനുഷ്യ അവിടെ ഇറക്കുമെന്നൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ചൈനയുടെ കാര്യങ്ങൾ ഇത്രയും ട്രാൻസ്പെറൻ്റ് അല്ല. നാസയുടെ കാര്യങ്ങളൊക്കെ പബ്ലിക്കലി അവൈലബിൾ ആണ്. ചൈനയുടെ ഗവേഷണങ്ങൾ ഏത് രീതിയിൽ നടക്കണമെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അത്ര വ്യക്തമല്ല. അപ്പോൾ ചൈനക്കാർ ഇതുവരെ നേടിയുള്ള സംഗതി നോക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് സാധിച്ചെന്ന് വരാം. ഇന്ത്യക്കും പ്ലാൻ ഉണ്ട്, പക്ഷേ കുറേ വർഷം കഴിഞ്ഞിട്ടേ ആവുകയുള്ളൂ. SLS എന്ന് പറഞ്ഞ ഏറ്റവും അത്യാധുനിക സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകതകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? SLS എന്ന് പറയുമ്പോൾ നേരത്തെ അപ്പോളോയിൽ സാറ്റേൺ 5 എന്ന് പറഞ്ഞ റോക്കറ്റ്സ് ആയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള റോക്കറ്റ്സ് ആണ്. അതിനേക്കാളും പവർഫുൾ ആണ്. പക്ഷേ വെയിറ്റ് അതിനേക്കാളും കുറച്ച് കുറവാണ്. അതുകൊണ്ട് 3000 ടണ്ണിൻ്റെ അടുത്തുണ്ടായത് 2600 ടൺ എന്താ വരുന്നത്. 2600 ടൺ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു 90% ഇന്ധനം തന്നെയാണ് കേട്ടോ. ഈ വലിയ റോക്കറ്റുകളിൽ ഇന്ധനമാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ ആർട്ടമിസ് 2ൽ ഈ കഴിഞ്ഞ കുറേ വർഷം കൊണ്ടായ ഗവേഷണ നേട്ടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഇതാണ്. അതൊരു 90 മീറ്റർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിലയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയും മീറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 30 നില കെട്ടിടത്തിൻ്റെ അത്ര ഉയരത്തിലുള്ള ഒരു വലിയ റോക്കറ്റാണ്. അതിൻ്റെ മുകളിലൊരു ചെറിയ ഭാഗത്താണ് ഈ നമ്മുടെ ഒറിയോൺ മോഡ്യൂൾ എന്ന് പറയുന്ന മനുഷ്യരൊക്കെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമുള്ളത്. അപ്പോൾ ഈ റോക്കറ്റ് വളരെ ഹ്യൂജാണ്. അതിൽ സാധാരണ ഈ റോക്കറ്റിൽ പല സ്റ്റേജായിട്ട് ഉണ്ടാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ വലിയൊരു ഭാഗം ഇതിൻ്റെ ഇന്ധന ടാങ്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ധന ടാങ്കും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇന്ധന ടാങ്കെല്ലാം ഡ്രോപ്പ് ചെയ്യും, അതിൻ്റെ എഞ്ചിനും ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജ് കത്തിക്കും. അപ്പോൾ ഇതിനകത്ത് ചില 2.5 സ്റ്റേജ് എന്ന് പറയാറുണ്ട്. കാരണം തുടങ്ങുമ്പോൾ തന്നെ ഈ ഫസ്റ്റ് സ്റ്റേജ് കൂടാതെ 2 ബൂസ്റ്റർ റോക്കറ്റുകളും
അതിൻ്റെ സൈഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോഴേക്കും അതിൽ ഭയങ്കര സ്പീഡിൽ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇന്ധനം മുഴുവൻ തീർത്തിട്ട് അത് ഡ്രോപ്പ് ചെയ്യും. ഫസ്റ്റ് സ്റ്റേജ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റേജ് വരും. അതിലും ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജൻ തന്നെയാണ്. അതിനുശേഷമുള്ള വളരെ ചെറിയൊരു ഭാഗമാണ് ചന്ദ്രനിലേക്ക് പോകുന്നത്. അവിടെ പോയിട്ട് ഇറങ്ങുന്നതും തിരിച്ചു വരുന്നതൊക്കെ മൊത്തം പോകുന്നതിന് ചെറിയൊരു ഭാഗം ഉണ്ടാവുള്ളൂ. കാരണം ഇവിടുന്ന് പോകുന്ന തുടങ്ങുന്ന സമയത്ത് റോക്കറ്റ് 2600 ടണ്ണൊക്കെ ഉണ്ടാവും. തിരിച്ച് പസഫിക് ഓഷനിൽ വന്ന് ഇറങ്ങുന്ന ഭാഗത്തിന് ഒരു 10 ടണ്ണിൽ താഴെ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോളോ മിഷൻ നടന്നുവെങ്കിലും ആർടെമിസ് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടി വന്നൊരു മിഷനായിരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത്രത്തോളം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരിക്കലും നേടിയ സംഗതികൾ അതിൽ നിന്ന് നമ്മൾ പിന്നെ ബിൽഡ് ചെയ്താണ് പോവുക. അപ്പോൾ ഇത്ര ആർടെമിസിൽ പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേട്ടം നേടിയത് ഇതിനുമുമ്പ് ചെയ്ത ഒരു പ്രയത്നത്തിൻ്റെ അവരെ തൊഴിൽ നിന്നുകൊണ്ടാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ എത്താൻ പറ്റിയെന്ന് പറയും. അപ്പോൾ ടെക്നോളജി എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ബേസിക് ടെക്നോളജി അതിൻ്റെ ഫിസിക്സ് ഒന്നും മാറുന്നില്ല. ഇപ്പോൾ ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം അനുസരിച്ചിട്ടാണ് റോക്കറ്റുകൾ പോകുക. അത് ആ ചലന നിയമം ഇപ്പോഴും അതേപോലെ വാലിഡാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ധനം ഉപയോഗിക്കണം. അന്ന് അപ്പോളോ കാലത്തുണ്ടായിരുന്ന പ്രധാന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ്റെ സഹായത്തോടുകൂടി കത്തിച്ച് ജലമാക്കി മാറ്റിയിട്ടുള്ള റോക്കറ്റിൻ്റെ പ്രൊപ്പൽഷനായിരുന്നു. അതിപ്പോഴും ബേസിക് ടെക്നോളജി അത് തന്നെയാണ്. അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസിൽ മറ്റേ അതിൻ്റെ എന്താ പറയുക റോക്കറ്റിൻ്റെ കവറൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ബേസിക് ടെക്നോളജി ഒക്കെ അന്നുണ്ടായിരുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ സോളിഡ് സ്റ്റേറ്റ് ടെക്നോളജിയിലും ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അക്കാലത്ത് ഇതുപോലത്തെ ഈ സൂപ്പർ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ഉള്ള അത്രയും പവറൊന്നും അന്നത്തെ ഏറ്റവും വലിയ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ബേസിക് പ്രൊപ്പൽഷനിൽ അത്ര വലിയൊരു ബ്രേക്ക് ത്രൂ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ബേസിക് ടെക്നോളജി നമ്മൾ അപ്പോളോ പ്രോജക്റ്റിൽ ഉപയോഗിച്ച് ഇത് തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതേസമയം ഈ നമ്മുടെ സ്പേസ് സ്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നത്തേക്ക് സ്പേസ് സ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അന്ന് പിന്നെ ആദ്യം ചന്ദ്രനിലേക്ക് വിട്ടതിലുണ്ടായിരുന്ന ഈ നീൽ ആംസ്ട്രോങ് ആയാലും എഡ്വിൻ ആൽഡ്രിൻ ആയാലും മൈക്കൽ കൊളിൻസ് ആയാലും ഒക്കെ ടെസ്റ്റ് പൈലറ്റ്സ് ആയിരുന്നു. അവർ ഏത് സാഹചര്യത്തിലെയും നേരിടാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ, അത്രയും ട്രെയിൻഡ് ആൾക്കാരാണ്, റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണ്. അപ്പോൾ അവരുടെ കംഫർട്ടല്ല ആയിരുന്നു പ്രധാനപ്പെട്ട കാര്യം. സേഫായിട്ട് അവിടെ എത്തിക്കുക, തിരിച്ചെത്തിക്കുക എന്നുള്ളതായിരുന്നു. കുറേ റിസ്ക് എടുക്കാൻ തയ്യാറുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ വരുമ്പോൾ അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ടൂറിസ്റ്റുകളെ വിടാനുള്ളൊരു ആലോചനയുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടും ഒക്കെ പ്രധാനപ്പെട്ടതാണ്, സേഫ്റ്റിയും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനിപ്പോൾ റോള് കൂടുതൽ കൊടുക്കുന്നുണ്ട്. സേഫ്റ്റിക്കും കൂടുതൽ കംഫർട്ടിനും. അതുകൊണ്ട് കൂടുതൽ സ്ഥലമൊക്കെ ഉണ്ട്. മറ്റവർക്ക് കഷ്ടിയിരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ഫുഡൊക്കെ അവർക്ക് വേണ്ട മിനിമം സർവൈവ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കാമല്ലോ. ഇപ്പോൾ അങ്ങനെയല്ല, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ടോയ്ലറ്റ്സ് വേണം എന്നൊക്കെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി കംഫർട്ട് ലെവല് മാറ്റുന്നുണ്ട്, സേഫ്റ്റി ലെവല് മാറുന്നുണ്ട്. പിന്നെ അന്നത്തെ അത്രയും ട്രെയിൻഡ് ആൾക്കാരാവണമെന്നില്ല ഇപ്പോൾ ഇനി വിടാൻ പോകുന്നത്. കാരണം ഇനിയിപ്പോൾ സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റിലൊക്കെ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് മാറ്റമുണ്ട്. ഇന്ത്യയുടെ ഇസ്രോ ആയിട്ട് ആർട്ടിസ് ഉടമ്പടി നാസ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്താണ് ഈ ആർട്ടിസ് ഉടമ്പടി? ആർട്ടിമിസ് ഉടമ്പടി എന്ന് പറയുമ്പോൾ ഈ സ്പേസ് രംഗത്ത് നേരത്തെ ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടുണ്ടായിരുന്നത് അവിടെ ഈ സ്പേസ് ഇതൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടാണ് തരത്തിലൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ചില സാധ്യതകൾ വരുന്നത് ഈ കൊമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷനുള്ള സാധ്യതകളാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, ചില ഭൂമിയിൽ കിട്ടാത്ത ചില വസ്തുക്കൾ ഭൂമിയിൽ ഉണ്ടാവും, ചിലപ്പോൾ റെയർ ആയിരിക്കും. അത് ചന്ദ്രനിലുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എക്സ്ട്രാ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില ബിസിനസ് സംഗതികളൊക്കെ ഇതിനൊരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. കാരണം ചൈനയെ പോലെ രാജ്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് മറ്റുപോലെ രാജ്യങ്ങൾ കൂടിയിട്ടൊക്കെ ഉണ്ടാകുക. അപ്പോൾ ആദ്യം ചെല്ലുന്നവൻ കാര്യക്കാരൻ അല്ലെ. അപ്പോൾ അതുകൊണ്ട് ഉള്ള കുറച്ച് മത്സരങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഏത് ഉടമ്പടി ഉണ്ടെങ്കിലും ലോകം മാറുന്നതനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അറിയാലോ, ഐക്യരാഷ്ട്രസഭ എന്നുള്ള സംഗതിയുണ്ട്.
അതിന് വലിയ റോളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ. കാരണം വലിയ ശക്തിയിൽ വരുമ്പോൾ അവർ മൈൻഡ് ചെയ്യാതിരിക്കും. അതുപോലെ ഈ കരാറിലൊന്നും ഒരു പരിധി കൂടുതൽ കാര്യമില്ല. കാരണം പിന്നീട് പുതിയ ശക്തിയിൽ ഉയർന്നു വരുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ കരാറുകൾ റദ്ദാക്കുകയോ മാറ്റുകയൊക്കെ ചെയ്യും. എങ്കിലും കരാറുകളുടെ പ്രധാന ഉദ്ദേശം ഈ പണമുണ്ടാക്കിയ കരാറുകൾ പോരാ, ഇപ്പോൾ കൊമേഴ്സ്യൽ സാധ്യതകൾ വരുന്നുണ്ട്. ടൂറിസ്റ്റുകളെ അയക്കുന്ന കേസുകളിലൊക്കെ വരുമ്പോൾ അത് ഒരു പൊട്ടൻഷ്യൽ ബിസിനസ് സ്ഥലമായിട്ടാണ് ഇപ്പോൾ ചന്ദ്രനെ കണക്കാക്കുന്നത്. ഇപ്പോൾ ഇതിന് ആർട്ടിമിസ് പ്രോജക്റ്റിൽ തന്നെ നമ്മുടെ ഇലോൺ മസ്കിൻ്റെ ടീം ഉണ്ട്, അതിൽ ബെസോസിൻ്റെ ഇതൊക്കെ അവരൊക്കെ അതിനകത്ത് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. നാസ കാലത്ത് അത്രയും പ്രൈവറ്റ് കമ്പനികൾ പോലും ബോയിങ് പോലെ കമ്പനികളെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ളൊരു അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് കുറേ കാശുണ്ടാക്കുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്പേസിൽ അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ലൂണാർ എക്കോണമി എന്നുള്ള വാക്കൊക്കെ പുതുതായിട്ട് കേൾക്കുന്നത്, ലൂണാർ ബിസിനസ് എന്നുള്ളതൊക്കെ പുതുതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനോടുള്ള മണ്ണൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ ഉടമ്പടികൾ പലതും വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കോടികൾ മുടക്കി ഇങ്ങനെയുള്ള ലൂണാർ മിഷനുകൾ നടത്തുന്നതെന്ന് ആളുകൾക്ക് സംശയം ഉണ്ടാവും. അപ്പോളോവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പ്രധാന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യമായിട്ട് ഈ സ്പുട്നിക് പോയ സമയത്ത് സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് ഇങ്ങനെ ഭൂമിയുടെ ചുറ്റും ഒരു ദിവസത്തിന് കുറേ പ്രാവശ്യങ്ങൾ ഇറങ്ങുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ത്രെട്ടാണ്, അതൊരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ്. കാരണം വേണമെങ്കിൽ അതൊരു ഒരു ബോംബാണെങ്കിൽ ഇടുന്നതെങ്കിൽ ഏത് സമയത്ത് ഏത് രാജ്യത്തിന് പുറത്ത് വേണമെങ്കിലും ഇടാവുന്ന തരത്തിലാണ്. അപ്പോൾ ഇത് മിനിറ്റുകൾക്കകം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് ഭയങ്കര ഒരു ഡിഫൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ പ്രാധാന്യമുള്ള ടെക്നോളജിയാണ് സ്പേസ് ടെക്നോളജി. മാത്രമല്ല സ്പേസ് റോക്കറ്റ്സിന് ഏതാണ്ട് അതേ ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊരു ബന്ധമുണ്ട് ഈ രണ്ട് ടെക്നോളജിയും തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഗതിയാണ്. അപ്പോൾ അന്ന് അമേരിക്ക നിർബന്ധമായിരുന്നു, അവരാണ് സുപ്പീരിയർ തെളിയിക്കുക എന്നുള്ളത്. അതോടെ എത്ര പൈസ ചിലവായാലും വേണ്ടില്ല ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് നമ്മൾ രൂപയായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള പൈസ ആയിട്ടുണ്ട്. ഒരു രാജ്യത്തിനും ഇപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു രാജ്യവും, ചൈന വേണ്ടി ഒരു എക്സെപ്ഷൻ എന്ന് പറയാം, മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ പലരും ചേർന്നിട്ടാണ് ഇത്തരം സ്പേസ് മിഷൻസ് വരുന്നത്. ചൈനക്കാരെ ബാക്കിയുള്ള പലരും അടുപ്പിക്കാത്തതുകൊണ്ടാണ് അത് വരുന്നത്. എങ്കിലും ചൈനയ്ക്കും സോവിയറ്റ് യൂണിയനൊക്കെ ഇപ്പോൾ റഷ്യയൊക്കെ ആയിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ മൾട്ടി ബില്യണയേഴ്സ് ഇലോൺ മസ്ക് പോലുള്ള ആൾക്കാർ ഇതിനെ താല്പര്യം എടുത്തിട്ടുണ്ട്. കാരണം അവരതിനകത്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. ഒരു ചന്ദ്രനിലേക്ക് വിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണക്കാർ എത്ര കാശ് വേണം ചിലവാക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു സാധ്യതയായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ ഭാവിയിലെ ബിസിനസ് സാധ്യതകളായിട്ടും അങ്ങനെ നോക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അവിടെ ലൂണാർ എക്കോണമി എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ ഈ ഫോർ എക്സാമ്പിൾ ഹീലിയം കണ്ടെത്തുകയാണെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതുപോലെ ഇവിടെ റയറായുള്ള സംഗതികൾ അവിടെ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാൻ സാധ്യതയും. പിന്നെ അവിടെ വെള്ളമുണ്ടെങ്കിൽ അവിടെ നിന്ന് മിഷനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ബിസിനസ് സാധ്യതകളും കൂടി ഇപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പണം ചിലവാക്കാൻ തയ്യാറായുള്ളത്. എങ്കിലും നാസയിൽ നിന്ന് ആഗ്രഹിക്കുന്ന പോലെ പണം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ആർട്ടിമിസ് പ്രോഗ്രാമൊക്കെ കുറേ ഡിലേ ചെയ്തുകൊണ്ടും ഇടയ്ക്ക് ചില പ്രോജക്റ്റുകൾ ക്യാൻസൽ ആയി പോയതൊക്കെ. ഹീലിയം കണ്ടെത്തുക എന്ന് പറയുന്നത് മൂണിൽ ഹീലിയം കണ്ടെത്തുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? അല്ല, ഈ ഹീലിയം ഒരു ഹൈഡ്രജൻ ഐസോട്ടോപ്സ് ഒക്കെ പിന്നീട് നമ്മൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ പോലെ ചില സംഗതികളൊക്കെ സാധ്യമാവുകയാണെങ്കിൽ അന്നേരം ചിലപ്പോൾ പ്രയോജനപ്പെടുത്തുള്ള വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഭൂമിയിലില്ലാത്ത അല്ലെങ്കിൽ ഭൂമിയിൽ കിട്ടാൻ ബുദ്ധിയുള്ള സംഗതി ചന്ദ്രൻ കിട്ടുക എന്നുള്ളത് എന്തായാലും കാര്യമുള്ളൊരു സംഗതിയാണ്. അതിനെക്കുറിച്ചൊക്കെ എത്രത്തോളം സാധ്യത ഉണ്ടെന്നുള്ളത് ഒരു ഇനീഷ്യൽ എസ്റ്റിമേറ്റ്സ് വേർത്തുമില്ല. വെള്ളത്തിനാണ് ഇപ്പോൾ ഒരു സാധ്യത വന്നിട്ടുള്ളത്, മറ്റുള്ളതിൻ്റെയൊക്കെ കണക്കുകൾ അത്ര വരുന്നില്ല. കാരണം നേരത്തെ നമ്മൾ ആദ്യം മറ്റു ചന്ദ്രനിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലൊന്നും കണ്ടെത്തിയില്ല. പിന്നെ അവിടുന്ന് കുറേ സാമ്പിൾസ് തിരിച്ചുകൊണ്ടുവന്നിരുന്നു. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വീണ്ടും സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് അനലൈസ് ചെയ്യാനുള്ള ടെക്നോളജിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് സ്ഥലങ്ങൾ ഇറങ്ങാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് അന്ന് ഇറങ്ങിയത്. സദേൺ പോളാർ റീജിയനിലൊന്നും അന്ന് ഇറങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെയുള്ള ചില സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണ് അതിന് പ്രാധാന്യം കൂടി വരുന്നത്. നമ്മുടെ ഇസ്രോയ്ക്ക് ഇതുപോലെ ആർട്ടിമിസ് പോലുള്ള മിഷൻ പോസിബിൾ ആകാൻ ഇനിയും കാലങ്ങൾ വേണ്ടിവരും. പ്രധാന പ്രശ്നം പണമാണ്. ഇപ്പോൾ ISRO പറയുകയാണ് പൈസ നോക്കണ്ട, നമ്മൾ എത്ര വേണമെങ്കിലും കാശ് തരാം, ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത ഏതാനും ദശകങ്ങൾക്ക് 10-20 വർഷത്തിനകത്തൊക്കെ സാധ്യമായെന്ന് വരാം. 20 വർഷം വേണമെങ്കിൽ അതിനേക്കാൾ മുമ്പ്
സാധ്യമാവും. പക്ഷേ ഇന്ത്യയെ പോലെ രാജ്യങ്ങൾ പ്രയോറിറ്റി അതല്ലോ. ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ സ്പേസ് രംഗത്തേക്കും അതുപോലെ ആറ്റോമിക് എനർജി രംഗത്തേക്ക് കടന്നപ്പോൾ തന്നെ അന്നത്തെ വിഷണറീസ് ആയിട്ടുള്ള ഹോമി ജഹാംഗീർ ബാബ അല്ലെങ്കിൽ വിക്രം സാരാഭായി അവരൊക്കെ പ്ലാൻ ചെയ്ത് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഷോ കാണിക്കാനോ അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കാനല്ല, നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇത് എത്രത്തോളം സഹായിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് വ്യത്യസ്തമാണ്. ഈവൻ ചന്ദ്രയാൻ പോലും നമ്മുടെ പ്രയോറിറ്റിയിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ ആണത് മാറി വന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബേസിക്സ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എക്സസ് സർപ്ലസ് ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ സാധ്യതയുള്ളത് മറ്റു രാജ്യങ്ങളുമായിട്ട് ചേർന്നിട്ട് ഒരുക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ ചില സംഗതികൾ ചീപ്പാണ്. ഉദാഹരണത്തിന് മനുഷ്യാധ്വാനം കുറേ ചീപ്പാണ്. അമേരിക്കയിൽ ഒരു സയൻറ്റിസ്റ്റിന് കൊടുക്കുന്നതിൻ്റെ ഒരു 10-1 പണം കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അതേപോലത്തെ ക്വാളിറ്റിയുള്ള സയൻറ്റിസ്റ്റുകളെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഇന്ത്യയുടെ അവർ ചിലവാക്കുന്നതിനേക്കാളൊരു ചെറിയൊരു ഭാഗം വച്ചിട്ട് നമുക്ക് അതേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യയും ഇതിനകത്തേക്ക് കയറുന്നുണ്ട്. മനുഷ്യരെ ചന്ദ്രനിലെത്തിക്കാനുള്ള സ്പെസിഫിക് ഇതായിട്ടില്ലെങ്കിലും അതൊക്കെ ഭാവിയിലെ സ്വപ്നങ്ങളായിട്ട് ഉള്ളതാണ്. മനുഷ്യനെ ഇത്രയധികം ദൂരത്തിലേക്ക് വിടുന്നൊരു സ്പേസ് മിഷൻ വന്നു കഴിഞ്ഞു. അപ്പോളായിരുന്നു മുന്നേ ഇത്രയും ദൂരത്തിൽ സഞ്ചരിച്ചത് മനുഷ്യനെ കൊണ്ട്. ഇത് അതിനേക്കാളും ഇരട്ടി 4000 മൈൽ ഇരട്ടി ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു മിഷൻ വരുന്നെങ്കിൽ മനുഷ്യനെ കൊണ്ടുപോകുന്നത് ഇതിലും ദൂരം കൂടുതൽ സഞ്ചരിക്കാൻ കഴിയും. ഇതിനകത്ത് പ്രധാന ടെക്നോളജി ചലഞ്ച് ഭൂമിയുടെ അന്തരീക്ഷ വലയത്തിൽ നിന്ന് ഭേദിച്ചു പോകാൻ വേണ്ടിയുള്ള എസ്കേപ്പ് വെലോസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ചന്ദ്രനിലേക്ക് വിടുമ്പോൾ സാധ്യമായിട്ടുണ്ട്. അതേ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിനേക്കാളും അപ്പുറത്തേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ലക്ഷ്യമായിട്ടുള്ളത് ചൊവ്വയാണ്. ചന്ദ്രനിലേക്കുള്ള ദൂരത്തേക്കാളും ഒരുപാട് കൂടുതലാണ്. ഇതേ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് ദിവസങ്ങളല്ല, മാസങ്ങളോ വർഷങ്ങളൊക്കെ എടുക്കും. അതുകൊണ്ട് ഉടനെ ഒരു സാധ്യത അങ്ങനെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ടെക്നോളജിക്കൽ ചലഞ്ച് ഉപരിയായിട്ട് മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങളുണ്ടല്ലോ. ഒരാൾ ഇങ്ങനെ മാസങ്ങളോളം കാര്യമായിട്ട് ആരോടും സംസാരിക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ കാണാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റാതെ അത്ര എളുപ്പമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് പലരും ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ചന്ദ്രനിലേക്ക് എത്തിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ പിന്നെ അതേ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ കൂടുതൽ ദൂരത്തേക്ക് പോകാൻ പറ്റും. കൂടുതൽ സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന് അത് പോയിക്കൊണ്ടിരിക്കാൻ പിന്നെ ഊർജ്ജമൊന്നും ആവശ്യമില്ല. കാരണം ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമം അനുസരിച്ച് എന്ന് പറയുന്ന പോലെ അങ്ങ് ഒരു സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇതേപോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ് തിരിച്ച് ഭൂമിയിൽ ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ ആർടെമിസ് തന്നെ അതിൻ്റെ ഒറിയോൺ പേടകം വന്ന് ഇറങ്ങുമ്പോൾ ഏതാണ്ട് സെക്കൻഡിൽ 10-11 കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത്. സെക്കൻഡിൽ 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിൽ 36,000 കിലോമീറ്ററിന് മുകളിലാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു സ്പീഡാണ്. ആ സ്പീഡിൽ വന്നിട്ട് അവസാനം വെള്ളത്തിലേക്ക് സേഫായിട്ട് ഇറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് സ്പീഡ് ഒരുപാട് കുറച്ചുകൊണ്ട് വരണം. ഒരു സെക്കൻഡിൽ 10 കിലോമീറ്ററിന് മുകളിലുള്ള സ്പീഡിൽ നിന്ന് വെള്ളത്തിൽ നമ്മളൊന്നൊരു മുകളിൽ നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അതാണ് സ്പീഡിൽ എത്രയെങ്കിൽ നല്ല ഒരുപാട് ബ്രേക്കിംഗ് സംവിധാനം വേണം. എന്നാൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കുറേ പാരച്യൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ്. അത് ഇപ്പോൾ ഇന്ത്യയും ആ ടെക്നോളജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ സംഗതികൾക്ക് വേണ്ടിയിട്ടല്ല, അത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ട്. പിന്നെ ബേസിക് ടെക്നോളജി ഉണ്ട്. നമ്മൾ കൂടുതൽ അകലേക്ക് വിടണമെങ്കിലുള്ള ബേസിക് ടെക്നോളജി ഇപ്പോൾ ലഭ്യമാണ്. പിന്നെ മനുഷ്യർ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വേറൊരു ഇഷ്യൂ വരുന്നത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ട്രിക്കിയാണ് കൂടുതൽ ഡിസ്റ്റൻസ് പോകുന്നതും. പക്ഷേ അത് നമുക്ക് സാധ്യമാണ്. ഈ പറയുന്ന ചന്ദ്രൻ ചൊവ്വയിലേക്കുള്ള ദൂരത്തിലേക്കൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ, ചൊവ്വയിലേക്ക് നമ്മൾ മംഗൾയാനൊക്കെ നമ്മൾ ഇന്ത്യക്കാരനെ വിട്ടിട്ടുണ്ട്, അതുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ബേസിക് ടെക്നോളജിയൊക്കെ ഇപ്പോൾ ഉണ്ട്. പിന്നെ എന്തിനാണ് അങ്ങനെ വിടുന്നതെന്നുള്ളൊരു ചോദ്യം വരും. അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പിന്നെ ഒരു ചോദ്യം വരുന്നത്, ഇപ്പോൾ ഉള്ള റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് മനുഷ്യർ ആക്ച്വലി വിടാതെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല പരീക്ഷണങ്ങൾ ഇവിടെ നിന്ന് തന്നെ റിമോട്ടായിട്ട് ചെയ്യാം. ഇതിൻ്റെ ചിലവ് വളരെ കുറവ് വരുള്ളൂ. മറ്റേതായിട്ട് മനുഷ്യ വിടുന്നതായിട്ട് താരം ചെയ്യുമ്പോൾ റിസ്ക് എടുക്കുന്നതിന് വലിയ പ്രശ്നമില്ല. പൈസ നഷ്ടപ്പെടുന്നത് മാത്രമേ ഉള്ളൂ, ജീവൻ നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഭാവിയിൽ ഒരു സാധ്യതയുള്ളത് നമ്മൾ ആക്ച്വലി മനുഷ്യ വിടാതെ തന്നെ പേടകങ്ങൾ അയച്ചിട്ട് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതിനാണ് കൂടുതൽ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്ര നേരം ആർടെമിസ് 2 പറ്റിയും സ്പേസ് മിഷനെ പറ്റിയും സംസാരിച്ചതിന് താങ്ക് യു.